കാണില്ല. കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു ആദ്യത്തെ ട്രിപ്പ് പോകാൻ പോവാണ്. വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഒരു 10 പേര് ചേർന്ന ഒരു ഗ്രൂപ്പാണ് പോകാൻ പോകുന്നത്. ഞങ്ങൾക്കൊരു സംഘമുണ്ട്. ആ സംഘത്തിൻ്റെ ലേബലിൽ ഞങ്ങൾ കൊറോണയ്ക്ക് ശേഷം നടത്താൻ പോകുന്ന ആദ്യത്തെ ഒരു ട്രിപ്പാണ്. വേറെ അങ്ങോട്ടല്ല പോകുന്നത്, വയനാട്ടിലേക്ക് പോകുന്നത്. വയനാട്ടിൽ പോകാൻ ഒരു ദിവസം അടിച്ച് പൊളിക്കാതെ തിരിച്ചു പോരുക, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നുള്ളൂ. കാണില്ല. എണീക്കാൻ കുറച്ച് നേരമായി പോയി. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയായിപ്പോയി. ഒരു 7 മണിക്ക് എണീച്ച് മിസ്റ്റ് കിട്ടണമെന്ന് വിചാരിച്ചിനും ലേറ്റായിപ്പോയി. ഞങ്ങൾ ഇന്നലെ നിന്ന കോട്ടേജാണിത്. ഇത് ഞങ്ങൾ ഒരു 5 പേര് ഷെയർ ചെയ്ത റൂമാണ്. 2 എക്സ്ട്രാ ബെഡ് എടുത്ത് താഴെട്ടാണ്. എന്നിട്ടാണ് 5 പേർ കൊണ്ട് ഉൾക്കൊള്ളിച്ചത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ അത്യാവശ്യം ഒരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഒന്ന് പുറത്തേ പോവാണ്. ഇതിൻ്റെ ഫ്രണ്ട്സൊക്കെ എന്താ ചെയ്യുന്നത് നോക്കണം. ഫോൺ അറിയില്ലേ? എനിക്ക് നല്ല തരിപ്പാണ്, പോയി നോക്കട്ടെ. ഫോണറിയാ ക്യാമറ കയറിയതാ. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ ഒട്ടക്കണ്ടി റിസോർട്ട്. പേര് കേട്ടിട്ട് മോശമൊന്നും വേണ്ട, അത്യാവശ്യം അടിപൊളി റിസോർട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുനെല്ലിയാണ് സ്ഥലം. തിരുനെല്ലി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ ഉള്ളിലല്ല, പക്ഷേ ഒരു ട്രൈബൽസിൻ്റെ ഏരിയ കൂടെ കൂടിയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇവർക്ക് പക്കാ കാട്ടിനുള്ളിൽ പെർമിഷൻ കിട്ടുന്നില്ല റിസോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു റിസോർട്ടാണ്. പക്ഷെ കാടിൻ്റെ ആംബിയൻസ് ഫുള്ളായിട്ടുണ്ട്. ഇവിടെ ചുറ്റുപാടൊന്നും ഒരു ഒറ്റ വീട് പോലും ഇല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടില്ല, ഒരു വയലിൻ്റെ സൈഡിലാണുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് റിസോർട്ട്. ഓക്കെ, ഇതിൻ്റെ മുകളിലോട്ടേ ഫുള്ള് കാടാണ് വരുന്നത്. ഒന്ന് ഇതിൻ്റെ മുമ്പുള്ള വയൽ കൂടെ ഒന്ന് കുറച്ച് ഉള്ളോടെ നടന്നു നോക്കുകയാണ്. ഒരു അരുവി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇപ്പോൾ വയലിൻ്റെ എൻഡിങ് ഏകദേശം തീർന്നിരിക്കുന്നു. ഒരു ചെറിയൊരു കുഞ്ഞി കാട്ടിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. എന്തായാലും മിക്കവാറും എനിക്ക് ഈ വഴി കണ്ടിട്ട് റൂമിലെത്തുമ്പോഴത്തേക്ക് നല്ല അട്ട കയറുന്നുള്ളൂ, ഉറപ്പാണ്. അവിടെ പോയിട്ട് അട്ടനെ ഒഴിവാക്കേണ്ട പണിയായിരിക്കും മെയിനായിട്ടുണ്ടാവുക. അടിപൊളി സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല. എന്താണ് ഒരു നല്ലൊരു അരുവി, പക്കാ സൈലൻ്റാ. അടുത്ത ഇതിലൂടെ ഇറങ്ങാമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇതിലൂടെ ഒന്ന് പോയി നോക്കി. ഇതിലൂടെ ആരൊക്കെ പോയ പാടുണ്ട്. അത് ചെറിയൊരു കുഞ്ഞ് വഴി പോലെ തോന്നുന്നുണ്ട്. കുറച്ച് അവസാനം പുലി പിടിക്കുമോ? അവിടെ ആനയും പുലിയൊക്കെ ഉണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുലി കിട്ടിയാൽ തിരിച്ച് ഓടേണ്ടി വരും. അരുവിയാണ്, 1.5 അരുവിയാണ്. ഇതൊക്കെ ശരിക്കും അനുഭവിക്കാം കേട്ടോ. ഇപ്പോൾ കൊറോണ ആയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 6 മാസത്തോളമായി ഒരു ട്രിപ്പ് പോയിട്ട്. 6 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ടൊരു ട്രിപ്പ് പോകുന്നത്. അത് വലിയ കുഴപ്പമില്ല. നമുക്ക് ഈ വെള്ളം ഒന്ന് എടുത്ത് നോക്കാം. ഓ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കേട്ടോ. അതുകൊണ്ട് അടുത്തിട്ട് നമുക്ക് ക്ലിയറായിട്ട് കാണാം. നമുക്ക് അടുത്തിട്ടൊക്കെ വളരെ ക്ലിയറാണ്.
അത്രയും ക്ലിയർ. അതുകൊണ്ട് കുടിക്കുക വരെ ചെയ്യാം നമുക്ക്. അത്രക്കും നല്ലൊരു വെള്ളമാണ് കണ്ടിട്ട്. അതെ, ഞങ്ങളെ ഈ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി പറയട്ടെ. ഇതാ നിൽക്കുന്ന ബോസിനെ കണ്ടോ? നിങ്ങളായിരിക്കും അത് വെറുതെ ഒരു ചാവാലി പട്ടിയാന്നുണ്ട്. സംഭവം ബോസ് ചാവാലി പട്ടിയൊന്നുമല്ല. ഇതിൻ്റെ ആ റിസോർട്ടിലുള്ളൊരു നാടൻ നായിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉള്ളോട്ട് കാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളപ്പുറം കൂട്ടിന് വിട്ടാണ് അതിന്. പക്ഷെ അത് എന്താ പറയുക, കറക്റ്റായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ അവിടെ ആ കാണുന്ന ആ സൈഡിൽ നിന്ന് വന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ക്രോസ് ചെയ്ത് വന്ന് നീന്തിയിട്ട് അതേപോലെ തന്നെ ഞങ്ങളെ കൂടെ തന്നെ അതാ ബോസും ക്രോസ് ചെയ്ത് വന്ന്. ഞങ്ങൾ എവിടെ പോകുന്നുണ്ടോ ഞങ്ങൾ തൊട്ടടുത്ത് വന്നിരിക്കുന്നുണ്ട്, മൊത്തം നോക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്നപ്പോൾ കുറയ്ക്കും. കൂലിയാണ്. അപ്പോൾ ഞാൻ നല്ല താമസിച്ച കോട്ടേജാണ്. അവിടെ 1-2 കോട്ടേജുകളുണ്ട് കേട്ടോ. അതായത് ഒരു പക്ക ഒരു നാടൻ സ്റ്റൈൽ കോട്ടേജുകളാണ്. അതായത് വുഡാണത്. ഈ കാണുന്നതൊക്കെ വുഡിനെ കൊണ്ടുണ്ടാക്കിയ ബോളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ കണ്ണട ഈ ലുക്കൊന്നും നോക്കണ്ട കേട്ടോ. കണ്ണ് ഇന്നലെ അടിച്ചതിൻ്റെ ചുവപ്പ് സൈഡ് കാണാം. ആ ചുവപ്പ് കളർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണട. അല്ലാണ്ട് എനിക്ക് ജാടയാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. ജാടയൊന്നുമല്ല, കണ്ണിൻ്റെ ചുവപ്പ് ക്യാമറയെ കണ്ടുപിടുത്ത് നിങ്ങൾ പേടിച്ചുകൊണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഏകദേശം തിരുനെല്ലി ടെമ്പിളിൻ്റെ ആ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത്. തിരുനെല്ലി ടെമ്പിളിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ താഴെയുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഫോറസ്റ്റ് ഫീൽ തരുന്ന ഒരു റിസോർട്ടാണ്. അതായത് ഈ ഒരു റിസോർട്ടിൻ്റെ പുറകുവശത്തായിട്ട് കാടാണ്, നല്ല കൊടും കാടാണ്. മുൻവശത്തേക്കാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ട്രൈബൽസൊക്കെ താമസിക്കുന്ന കുഞ്ഞു ഗ്രാമങ്ങളാണുള്ളത്. അപ്പോൾ അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണിത്. നെല്ലും അതേമാതിരി തന്നെ വാഴയും ഇങ്ങനെയുള്ള 1-2 കൃഷികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നല്ല വ്യൂ ആണ്, നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടെ രാത്രി എത്തിയ സമയത്ത് നല്ല മഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയത്. അപ്പോൾ ആ മഞ്ഞത്ത് ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിച്ചു. ക്യാമ്പ് ഫയറൊക്കെ വെച്ചിട്ട് അടിച്ചു പൊളിച്ച്. അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് ചെറിയൊരു വിഷമം ഇപ്പം തോന്നുന്നു. കുറച്ചുകൂടെ നല്ലൊരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ ഫുട്ടേജ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോണിലാണ്. അപ്പോൾ ഫോണിൽ ഇത് എടുക്കുന്നതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇന്നലെ അത് എടുക്കാതിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നല്ല ക്ലൈമറ്റാണ്. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ലൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ നിങ്ങളിന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു കോട്ടേജാണ്. ഈ കാണുന്നത് ഒരു കോട്ടേജാണ്. അതേമാതിരി തന്നെ ഒപ്പുറം വേറെ ഒന്നുണ്ട്. ഞങ്ങളെന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇന്നലെ ഇത്രയും കോട്ടേജുള്ളവിടെ വേറൊരു മനുഷ്യജീവി ഇല്ലായിരുന്നു. അതായത് ഇവിടുത്തെ സ്റ്റാഫുകൾ മാത്രം, അല്ലാതെ പുറമെയുള്ള വേറെ ഗസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അൾട്ടിമേറ്റ് ഫ്രീഡം കിട്ടിയിരുന്നു. ആ അൾട്ടിമേറ്റ് ഫ്രീഡം തന്നെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ റിസോർട്ടിൽ കുറച്ച് ജീവനക്കാരും മറ്റുമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഇന്നലെ ഞങ്ങൾ ക്യാമ്പ് ഫയർ ചെയ്ത സ്ഥലമാണ്. ചാരൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ, നല്ല ക്യാമ്പ് ഫയർ ചെയ്ത സ്പോട്ടാണിത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ കാണുന്നത് നമ്മൾ ഇന്നലെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണത്. മോശമില്ലല്ലേ? ഇത് നമുക്ക് ഡിറ്റാച്ച് ചെയ്തെടുക്കാം. ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിനകത്ത് കൊണ്ടുപോകാനൊക്കെ ഈസിയാണ്. വേണമെങ്കിൽ ഈ ഒരു മോഡൽ കണ്ടുവച്ചോ. വീട്ടിൽ വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ലൊരു സെറ്റപ്പാണ്. 4 കാല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഇരുമ്പിൻ്റെ ഷീറ്റ് ഈ ഒരു ആകൃതിയിൽ ഈ ഷേപ്പിൽ വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഫിക്സ് ചെയ്യാണ്. അയച്ചെടുക്കാനും തിരിച്ച് ഫിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളിതിനകത്തേക്ക് ചാർക്കോൾ ഇട്ട് കൊടുക്കുക ചെയ്ത. ചാർക്കോളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. വെച്ചാൽ ചാർക്കോളാണെങ്കിൽ കുറേ സമയം അതിൻ്റെ ഹീറ്റ് നിൽക്കും. നമുക്ക് കുറേ സമയം ഈ ഗ്രില്ലിങ്ങൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നാലും അതൊക്കെ ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങളും മറ്റുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു ആംബിയൻസ്. നല്ലൊരു കൂൾ ആംബിയൻസ് ആണ്, നല്ല കാലാവസ്ഥയാണ്. പിന്നെ ഒരു കാടിൻ്റെ ഒരു ഫീൽ വരുന്നുണ്ട്. വളരെ നന്നായി. അത് നമ്മളെ കമ്പനിക്കാരിലൊരുത്തനാണ്. ഇന്നലെ അടിച്ചതിൻ്റെ ക്ഷീണം മാറിയില്ല, മാറ്റാൻ വേണ്ടി കാറ്റുള്ളൂ. പിന്നെ ഈ ഒരു സ്പോട്ട് കണ്ടില്ലേ, ഈ കാണുന്ന ഈ ഒരു ലോൺ, ഈ ഒരു പുൽത്തകടിയിൽ നല്ലോണം അങ്ങോട്ട് കിടക്കുക.
നല്ല നീറ്റായിട്ട് ഇവർ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഇൻബിൽട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുൽത്തകടിയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇന്നലെ അത്യാവശ്യം ഞങ്ങളുടെ കലാപരിപാടികളും മറ്റുമൊക്കെ ആഘോഷിച്ചത്. അപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല പച്ച പുല്ലാണ്. ഈ പുല്ലിൽ അങ്ങോട്ട് കിടക്കുക, ഒന്നും പറയാനില്ല. ഇന്നലെ രാത്രിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞും കൂടുതലും കൊണ്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ റിസോർട്ടിനെ പൊക്കി പറയല്ല കേട്ടോ, ഇതിനെക്കാട്ടും നല്ല വേറെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഞങ്ങൾക്ക് ഇന്നലെ പെട്ടെന്ന് കിട്ടിയ റിസോർട്ടാണ്. ഞങ്ങൾ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. ഞങ്ങളൊരു ചെറിയൊരു വില്ല മാതിരിയോ മറ്റോ ആണെന്നാണ് വിചാരിച്ചത്. ഒരു വീടായിരിക്കും, ആ വീട്ടിനുള്ളിൽ പോയിട്ട് ജസ്റ്റ് ഞങ്ങൾ അടിച്ചു പൊളിക്കുക എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഈ ഒരു സെറ്റപ്പ് ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. അത്ര വലിയ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, വളരെ കുറഞ്ഞ പൈസയേ വന്നിട്ടുള്ളൂ. അപ്പം ഭക്ഷണം വേണ്ട, ഇവിടെ നിന്ന് വെക്കണം താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് വിളിച്ച് നോക്കിയാൽ മതി. അവർ വിളിച്ച് ചോദിച്ചതിന് ശേഷം വരിക. എന്ന് വെച്ചാൽ എല്ലാ സമയത്തും അവർ ഈ ഒരു ഫെസിലിറ്റി, കിച്ചൺ ഫെസിലിറ്റി കൊടുക്കില്ല. നോർമൽ ചെയ്യർ ഇവർ തന്നെ പാക്കേജ് കൊടുക്കലാണ്. റൂം ഭക്ഷണമൊക്കെ വരുന്ന റെഡിയായി കൊടുക്കലാണ്. ഇനി കിച്ചൺ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കണം. പക്ഷേ അത് കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട്. ബെറ്റർ നമ്മളെ അഭിപ്രായത്തിലേ കിച്ചൺ എടുക്കുന്നത് നല്ലത്. വെച്ചാൽ നമ്മളിഷ്ടത്തിന് നമുക്ക് അടിച്ച് പൊളിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ കട്ട് ചെയ്ത് മുക്കിനിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നൊരു ഫീലുണ്ട്. എല്ലാവരും കൂട്ടുള്ളൊരു ജഗ പോകാം, അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഓക്കെ, അപ്പോൾ ഞാൻ ആ കിച്ചണൊന്ന് കാണിച്ചു തരാം. നമുക്ക് കിച്ചണിലേ പോകാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടം വരെ സേഫായിട്ട് എത്തിച്ച ഞങ്ങളെ ഡ്രൈവറാണ്, ഞങ്ങളെ മുത്താണ് അപ്പി. പിന്നെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കും. കട്ട സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് ഭക്ഷണം വരെ ഉണ്ടാക്കി തന്നത്. ഞങ്ങൾക്ക് ഷോപ്പായി പോയി രാവിലെ ആകുമ്പോഴത്തേക്ക്. പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടാക്കി എണീച്ചിട്ട് നല്ലൊരു കാര്യം ചെയ്ത്. ഞങ്ങൾ ഇന്നലെ അവിടെ വന്ന സമയത്ത് ഞങ്ങൾ ട്രീറ്റ് ചെയ്ത ഇവിടുത്തെ സ്റ്റാഫാണ്. ഇവിടുത്തെ ആരാണ്? മാനേജറാണ്. ഇവിടുത്തെ മാനേജറാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടുത്തെ കാര്യങ്ങളല്ലേ. ഞാൻ അതേ പറയാം, എനിക്ക് ഒരു പൈസയും കിട്ടിയിരുന്നല്ലോ അവരെ കാര്യം പറഞ്ഞു. ഇവിടെ വന്നപ്പം ഇവിടുത്തെ റിസോർട്ടിൻ്റെ കാര്യങ്ങൾ നിങ്ങളും കൂടെ അറിയിക്കുക, താല്പര്യമുള്ളവർ വന്നോളൂ. അപ്പോൾ ബാക്കി മുപ്പര് പറഞ്ഞു എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്. എൻ്റെ പേര് സുധീർ. ഇവിടെ വെച്ചാൽ ഇത് തിരുനെല്ലി ഒരു എൻഡാണ്. തിരുനെല്ലി അമ്പലത്തിലേക്ക് ഇവിടെ നിന്നൊരു 3.5 കിലോമീറ്ററാണ്. ഇതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ കാടാണ്. ഇത് ഫോറസ്റ്റ്, പിന്നെ ഒരു വയലിൻ്റെ നടുവിൽ നമ്മളൊരു ദ്വീപ് പോലെയാണത്. വട്ടക്കുനി റിസോർട്ട്. വട്ടക്കുനി റിസോർട്ടല്ലേ പേര്? വട്ടക്കുനി റിസോർട്ട്. വട്ടക്കുനി വൈൽഡ് ഓർക്കിഡ് കോട്ടേജസ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. പുള്ളിയുടെ നമ്പർ. ഇവിടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പുഴയാണ് ഒരു സൈഡ്, പിന്നെ കാടുമായി ബന്ധപ്പെട്ട ട്രക്കിംഗ്, ബ്രഹ്മഗിരി ട്രക്കിംഗ്, തിരുനെല്ലി അമ്പലം, ബ്രഹ്മഗിരി ട്രക്കിംഗ് കൊടുക്കുന്നു. ബ്രഹ്മഗിരി ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോവാം. നടന്നു കയറണം. ഫോറസ്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 3.5 കിലോമീറ്റർ ഫോറസ്റ്റ്. ബ്രഹ്മഗിരി എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ കർണാടക എൻഡ് അല്ലേ? കർണാടക, ബ്രഹ്മഗിരിയുടെ അപ്പുറം കർണാടക. അപ്പുറം കർണാടക, അതായത് കർണാടക കൊടകില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാം. ഞങ്ങൾ നല്ല പൊളിച്ചടിക്കുന്നുണ്ട്. കോട്ടേജാണ് ഉള്ളത്. 5 കോട്ടേജും ഒരു സെപ്പറേറ്റ് ഒരു കിഡ്സ് റൂമുള്ള ഒരു കോട്ടേജ്. അങ്ങനെ മൊത്തം 5 കോട്ടേജ്, 6 ബെഡ്. അതാണ് ഇവിടെ ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. ബഡ്ജറ്റ് ഒക്കെ എങ്ങനെ വരുന്നത് റൂമിനൊക്കെ? ബഡ്ജറ്റ് നമ്മളൊരു കോട്ടേജ് ഫാമിലിക്ക് 3,500 റെന്റ് വരുന്നത്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ഇൻക്ലൂഡഡ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ പാക്കേജ് ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപ്പോൾ സെറ്റ് ചെയ്യാണ് ചെയ്യുക. ശരി. പിന്നെ ഈ ഒരു ടീമായിട്ടൊക്കെ വരുവാണെങ്കിൽ, അതായത് ഒരു ടീമായിട്ട് നമ്മളിപ്പോൾ അവിടുന്ന് നമ്മൾ പാക്കേജ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്ന് വണ്ടി പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പരിപാടി. ശരി. പിന്നെ കപ്പിൾസ് വരുവാണെങ്കിലോ, അതായത് ഇപ്പോൾ ഹണിമൂണൊക്കെ കപ്പിൾസ് ആണെങ്കിലും ഈ ഒരു കോട്ടേജിന്റെ റേറ്റ് തന്നെ വേണ്ടി വരും. ഓക്കെ, പക്ഷേ മോശമില്ല. അത്യാവശ്യം ഞാൻ പോയ റിസോർട്ടിലേക്ക് വെച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നാച്ചുറാണ്. ലക്ഷറി ഒന്നല്ല കേട്ടോ, ലക്ഷറി അല്ല. പക്ഷേ ഒരു നമുക്ക് നാച്ചുറായിട്ട്, അതായത് പ്രകൃതിയായിട്ട് ഇടപഴകിക്കൊണ്ട് നിൽക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലം. ഓക്കെ, ഇതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യുന്നതിൻ്റെ പേര് സുധീർ എന്നാണ്. നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ